സമ്മർ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ നല്ലൊരു കൂളറിന് റെസിപ്പി കിട്ടിയാൽ വേണ്ടാന്ന് പറയോ? വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും ഷുഗർ കട്ട് ചെയ്യുന്നവർക്കും ഒക്കെ കൂടി പറ്റുന്ന ഒരു നല്ല സ്റ്റൈലൻ റെസിപ്പി ആണെങ്കിലോ? ഈ ഒരു സംഭവത്തെ ഡ്രിങ്ക് എന്നോ കൂളറിനോ പുഡിങ്ങെന്നോ ഡിസേർട്ടെന്നോ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. എന്താണെങ്കിലും ഈ ഒരു ഐറ്റം ശരീരം തണുപ്പിക്കാൻ നല്ല അടിപൊളി കൂളറാണ്. അപ്പോൾ ഇതാ പിടിച്ചോ മാംഗോ സാഗോൻ്റെ റെസിപ്പി. ഇതിന് നമ്മുടെയൊക്കെ അടുക്കളയിലുള്ള 4 സാധനങ്ങൾ മാത്രം മതി. മെയിനായിട്ട് വേണ്ടുന്നത് ചവ്വരി, പിന്നെ മാങ്ങ, അതും നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് സാഗോ പേൾസ്, അതായത് ചവ്വരിയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഞാനൊരു 10 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങ റെഡിയാക്കാം. നല്ല പഴുത്ത അൽഫോൺസോ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് സാഗോ പേൾസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ പേൾസ് എല്ലാം ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി നമുക്കിതൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. വേവിച്ചതിന് ശേഷം ഇങ്ങനെ കഴുകുമ്പോൾ സാഗോ പേൾസിലുള്ള ആ കൊഴുകൊഴാന്നുള്ള സ്ലൈം അങ്ങ് മാറിക്കിട്ടും. കഴുകിയതിന് ശേഷം നമുക്ക് ഈ സാഗോ മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള കുറുകുറാന്നുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ഡേറ്റ് സിറപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഹണിയോ ഡേറ്റ്സ് പൊടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്വീറ്റ്നർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സത്യം പറഞ്ഞാൽ മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഡേറ്റ്സ് സിറപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നാൽ ഒരു 3 ടേബിൾ സ്പൂൺ ഡേറ്റ് സിറപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസി അനുസരിച്ച് മേ ബി ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം എനിക്ക് നല്ല കുറുകുറാന്നുള്ള മാംഗോ പേസ്റ്റാണ് ഇഷ്ടം. അല്ലെങ്കിലും ഈ ഒരു ഷേക്ക് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അതിനൊരു സുഖമില്ല. ഈ ഒരു പരുവമാണ് ഏറ്റവും നല്ലത്. ഇനി നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാഗോ പേൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എന്താ, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ആ സാഗോ പേൾസും മാംഗോ ഷേക്കും കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് ധാരാളം ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്ത കുറച്ച് മാംഗോ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്താൽ സംഭവം ഉഷാറായി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി മാംഗോ സാഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഐസ് ക്യൂബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു 1/2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവിങ് ഗ്ലാസ്സിൽ മുകളിലായിട്ട് കുറച്ച് തേങ്ങാപ്പാലോ ഡേറ്റ് സിറപ്പോ കുറച്ച് പോംഗ്രനേറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.